സ്വാഗതം ന്യൂസ് ട്രാക്കിലേക്ക്. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല. സ്വവർഗ പങ്കാളികൾ ഒന്നിച്ചു ജീവിക്കുന്നതിന് തടസ്സമില്ല, എന്നാൽ അത് മൗലിക അവകാശമായി അംഗീകരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. വാർത്തകൾ വിശദമായി തന്നെ നമുക്ക് നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല എന്ന് സുപ്രീം കോടതി. 3-2 ഹർജികൾ തള്ളി. യോജിച്ചത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് കൗളും മാത്രം. സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിരക്ഷയിൽ സ്വവർഗ വിവാഹമില്ല എന്നും കോടതി. ബന്ധങ്ങൾ 2 വ്യക്തികളുടെ തീരുമാനമെന്നും നിയമമുണ്ടാക്കാൻ കോടതിക്കാകില്ല എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. VC-മാരുടെ പുനർനിയമനത്തിനും മാനദണ്ഡം പാലിക്കണമെന്ന് സുപ്രീം കോടതി. 60 വയസ്സ് കഴിഞ്ഞവരെ എങ്ങനെ പുനർനിയമിക്കാനാകുമെന്ന് കണ്ണൂർ സർവകലാശാല VC നിയമനത്തിൽ കോടതി. കേസിൽ വാദം പൂർത്തിയായി, വിധി പറയാൻ മാറ്റി. (2035) ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2040 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കും. ഗഗൻയാൻ പദ്ധതിയുടെ പുരോഗതി പ്രധാനമന്ത്രി വിലയിരുത്തി. ചൊവ്വ ശുക്രൻ ദൌത്യങ്ങളുடன் പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ഇസ്രോയ്ക്ക് നിർദ്ദേശം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ PR അരവിന്ദാക്ഷൻ നേരിട്ട് പങ്കാളിയെന്ന ED കോടതിയിൽ. അരവിന്ദാക്ഷന്റെ 50 ലക്ഷത്തിന്റെ നിക്ഷേപത്തിന് തെളിവുണ്ടെന്നും ED. അരവിന്ദാക്ഷന്റെ അമ്മയുടേതെന്ന ED കണ്ടെത്തിയത് മറ്റൊരു ചന്ദ്രമതിയുടെ അക്കൗണ്ടെന്ന അഭിഭാഷകൻ കോടതിയിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനം 6 സ്വർണവുമായി പാലക്കാട് മുന്നിൽ. മലപ്പുറത്തിന് 4 സ്വർണം. 400 മീറ്റർ ഓട്ടത്തിൽ മാത്തൂർ CFD സ്കൂളിലെ അഭിരാമിനും, ഡിസ്കസ് ത്രോയിൽ കാസർഗോഡിന്റെ സെർവനും മീറ്റ് റെക്കോർഡ്. വിശദമായ വാർത്തകളിലേക്ക്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി. 5 ജഡ്ജിമാരിൽ 3 പേർ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ആവശ്യത്തെ എതിർത്തു. സ്പെഷ്യൽ മാരേജ് ആക്ട് റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെന്റാണ് എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് നിയമവിധേയമാക്കണമെന്ന 21 ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ എന്നിവർ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനെ അനുകൂലിച്ചപ്പോൾ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് PS നരസിംഹ എന്നിവർ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനെ എതിർത്തു. ഒരേ ലിംഗത്തിൽപ്പെട്ട 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കാമെങ്കിലും അവർക്ക് നിയമപ്രകാരം വിവാഹം കഴിക്കാൻ അനുവാദം നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി വിവാഹങ്ങൾ നിയമവിധേയമാക്കാനുള്ള നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ സ്വാഗതം ചെയ്തു. I welcome the decision of Honorable Supreme Court in which they have not permitted the same-sex marriage. Some people try to spoil the atmosphere of Indian system. ഏപ്രിൽ 18 മുതൽ മെയ് 11 വരെ 10 ദിവസങ്ങളിലായി 40 മണിക്കൂറോളമാണ് ഭരണഘടനാ ബെഞ്ച് ഈ ഹർജികളിൽ വാദം കേട്ടത്. സ്വർഗ വിവാഹം നിയമവിധേയമാക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വർഗ വിവാഹം നിയമവിധേയമാക്കണമെന്നത് രാജ്യത്തിന്റെ മുഴുവൻ ആവശ്യമല്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതേസമയം സ്വർഗ ദമ്പതികൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നത് ഉൾപ്പെടെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ അടങ്ങിയ വിശദമായ വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. സ്വർഗ വിഭാഗം എന്നത് നഗര വരേണ്യവർഗമല്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സ്വർഗാനുരാഗികൾ നഗരത്തിലും വരേണ്യയിടങ്ങളിലും മാത്രമേ ഉള്ളൂ എന്ന് ചിത്രീകരിക്കുന്നത് അവരെ ഇല്ലായ്മ ചെയ്യലാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പുരോഗമന സമൂഹം സ്വവർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു. വിധിയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണങ്ങൾ പ്രസക്തമാണ്. വിവാഹം എന്ന ആശയം കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇത്തരം വ്യത്യസ്തതയുള്ള ചിന്തകൾക്ക് സാമൂഹിക അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് എന്നും വിധിയുമായി ബന്ധപ്പെട്ട മന്ത്രി പ്രതികരിച്ചു. എല്ലാ ജനസമൂഹങ്ങളിലും എല്ലാ കാലത്തും ഇത്തരത്തിൽ സെയിം സെക്സ് അഫിനിറ്റി ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രകൃതി വിരുദ്ധമാണെന്നോ ഏതെങ്കിലും തരത്തിലുള്ള അബറേഷനാണോ എന്ന് പറയാൻ ഇപ്പോൾ ആധുനികമായിട്ടുള്ള പരിഷ്കൃത സമൂഹങ്ങളിൽ ആരും തയ്യാറല്ല. അതിനെ അംഗീകരിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്
നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ ചില അംശങ്ങൾ പോലും ഈ നിലപാടുകളിൽ കടന്നു വരുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചിട്ടുള്ളത്. കണ്ണൂർ വിസിയായി ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി. ഹർജി പരിഗണിക്കുന്നതിനിടെ നിർണായക നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വിസി പുനർനിയമനത്തിനും യോഗ്യതാ മാനദണ്ഡം പാലിക്കണമെന്ന് കോടതി പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞവരെ വിസിയായി പുനർനിയമിക്കാൻ പാടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പുനർനിയമനത്തിന് പ്രായപരിധി മാനദണ്ഡം അല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഈ വാദമാണ് സുപ്രീം കോടതി തള്ളിയത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. 2040ഓടെ ഇന്ത്യ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശുക്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദൗത്യങ്ങൾ ഇന്ത്യ ഏറ്റെടുക്കും. ചന്ദ്രയാൻ 3, ആദിത്യ L1 ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ബഹിരാകാശ സംരംഭങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ 2035-ൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുൾപ്പെടെ രാജ്യം ലക്ഷ്യം വയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചു. ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി ബഹിരാകാശ വകുപ്പ് ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യത്തിനായുള്ള മാർഗരേഖ തയ്യാറാക്കും. 20ഓളം പ്രധാന പരീക്ഷണങ്ങൾ, ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിളിന്റെ 3 ആളില്ലാ ദൗത്യങ്ങൾ എന്നിവയും ലക്ഷ്യങ്ങളിലുണ്ട്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ PR അരവിന്ദാക്ഷൻ നേരിട്ട് പങ്കാളിയെന്ന ED കോടതിയിൽ. അരവിന്ദാക്ഷന്റെ കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ടിലെ 50 ലക്ഷത്തിന് നിക്ഷേപം സംബന്ധിച്ച തെളിവുകളുണ്ട്. ഇതിന്റെ മുഴുവൻ രേഖകളും ബാങ്ക് ഭരണസമിതി കൈമാറിയിട്ടുണ്ട് എന്നും ED കോടതിയെ അറിയിച്ചു. അരവിന്ദാക്ഷന്റെ ജാമ്യ ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത ED കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് കോടതിയെ അറിയിച്ചു. കരുവന്നൂർ ബാങ്കിൽ അരവിന്ദാക്ഷന് 50 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടെന്നും ഇതിന്റെ മുഴുവൻ രേഖകളും ബാങ്ക് ഭരണസമിതി കൈമാറിയിട്ടുണ്ടെന്നും ED ചൂണ്ടിക്കാട്ടി. അരവിന്ദാക്ഷന് വിവിധ ബാങ്കുകളിൽ അക്കൗണ്ടുകളുണ്ട്. 2017-ൽ 2 പ്രാവശ്യമായി 25 ലക്ഷം വീതം നിക്ഷേപിച്ചതായും ED കണ്ടെത്തി. അരവിന്ദാക്ഷൻ കുടുംബാംഗങ്ങളുടെ ശരിയായ അക്കൗണ്ട് വിവരങ്ങൾ തന്നില്ലെന്നും ED കുറ്റപ്പെടുത്തി. എന്നാൽ അരവിന്ദാക്ഷനെ സതീഷ് കുമാറുമായി ബന്ധപ്പെടുത്തിയുള്ള EDയുടെ കണ്ടെത്തലുകളും അമ്മയുടെ പേരിൽ ലക്ഷത്തിന്റെ നിക്ഷേപമുണ്ടെന്ന വാദവും തെറ്റെന്ന് അരവിന്ദാക്ഷന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ശ്രീജിത്തിന്റെ അമ്മ ചന്ദ്രമതിയെ ED അരവിന്ദാക്ഷന്റെ അമ്മയാക്കി. ചന്ദ്രമതിയുടെ മേൽവിലാസം പോലും ED ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറി അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും നടപടി ആവശ്യമാണെന്നും ED കോടതിയെ അറിയിച്ചു. അരവിന്ദാക്ഷന്റെ ജാമ്യഹർജിയിൽ ഈ മാസം 19-ന് വാദം തുടരും. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 1ാം ദിന മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 18 മത്സര ഇനങ്ങൾ പൂർത്തിയാകുമ്പോൾ 6 സ്വർണവുമായി പാലക്കാടാണ് മുന്നിൽ. മലപ്പുറം 4 സ്വർണം സ്വന്തമാക്കി 2ാം സ്ഥാനത്തുണ്ട്. രാവിലെയും രാത്രിയിലും 2 ഘട്ടങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ 2 പ്രതിനിധികളാണ് ഇപ്പോൾ ഒപ്പം ചേരുന്നത്, ഹരീഷ് നാരായണനും ഗോകുൽ രമേശും. നമുക്ക് ഗോകുലിനോട് ചോദിക്കാം. ഗോകുൽ, ഇപ്പോഴത്തെ നമുക്ക് തീപാറും മത്സരം തന്നെയാണെന്ന് ഉറപ്പാണ്. ഏകദേശം ഇപ്പോൾ ഫലം വരുമ്പോൾ പാലക്കാടാണ് മുന്നിൽ നിൽക്കുന്നത്. ഏതൊക്കെ ഇനങ്ങളിലാണ് ഇതുവരെ മത്സരം നടന്നത്? പാലക്കാട് ഏതൊക്കെ ഇനത്തിലാണ് പാലക്കാടിന് സ്വർണം കിട്ടിയത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇനി ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ മത്സരങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനുശേഷം 11 മണിയോടുകൂടി ആദ്യഘട്ട മത്സരങ്ങൾ അവസാനിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2:30-നാണ് 2ാം ഘട്ട മത്സരങ്ങൾ ആരംഭിച്ചത്. നിലവിൽ ഇതുവരെ 20 ഇനം മത്സരങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ 20 ഇനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ല തന്നെയാണ് മെഡൽ നേട്ടത്തിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. 6 സ്വർണ്ണ മെഡലാണ് പാലക്കാടിന് ലഭിച്ചിട്ടുള്ളത്. മലപ്പുറം തൊട്ട് പിറകിൽ തന്നെയുണ്ട്. 4 സ്വർണ്ണ മെഡൽ മലപ്പുറത്തിനുണ്ട്. ഒപ്പം എറണാകുളം 2, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കാസർഗോഡ് എന്നീ ജില്ലകൾ ഓരോ സ്വർണം വീതവും സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം വെള്ളി നേട്ടത്തിൽ മലപ്പുറമാണ് മുന്നിൽ. 5 വെള്ളി മലപ്പുറം ജില്ലയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. പാലക്കാടിന് 4, മറ്റ് ജില്ലകൾക്ക് 3, 2 എന്നിങ്ങനെയുള്ള കണക്കിൽ പുരോഗമിക്കുന്നു. ഒപ്പം വെങ്കല നേട്ടത്തിൽ ആലപ്പുഴ 4,
പാലക്കാട് 4 എന്നിങ്ങനെയാണ് മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ. എന്തായാലും അതിനുശേഷം ഇന്നിപ്പോൾ മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയുണ്ടായത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് സംസ്ഥാന സ്കൂൾ കായികമേള ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ കുട്ടികളുടെ ചില കലാപരിപാടികളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ കലാപരിപാടികൾക്ക് ശേഷം കായികമേള അല്ലെങ്കിൽ കായിക മത്സരങ്ങൾ ഇന്ന് രാത്രി തന്നെ പുനരാരംഭിക്കും. ഒപ്പം ഇനിയുള്ള 3 ദിവസങ്ങളിലും മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ നടക്കുന്ന കായികമേള അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം ഉദ്ഘാടന സദസ്സിൽ നടന്നിട്ടുള്ള വിവരങ്ങൾ ഈ കാര്യങ്ങളെ പറ്റി ഒക്കെ തന്നെ നമ്മുടെ ഹരീഷ് സംസാരിക്കും. ഹരീഷ് ഇപ്പോൾ ഇവിടെ കലാപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹരീഷ്, ഈ കലാപരിപാടികൾ എപ്പോൾ അവസാനിക്കും? അതിനുശേഷം മത്സരങ്ങളൊക്കെ എപ്പോഴാണ് തുടങ്ങുക? തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള മേളകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരാട്ടെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുരുന്നുകൾ കരാട്ടെ പ്രകടനം കാഴ്ചവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ പല വിധത്തിലുള്ള കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറിക്കഴിഞ്ഞു. നാടൻ കലാരൂപങ്ങൾ, ചെണ്ടമേളങ്ങൾ, അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസ്, മൈമ്, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളാണ് ഉദ്ഘാടനത്തിന് ശേഷം ഈ ഒരു സിന്തറ്റിക് ട്രാക്കിൽ ഈ ഒരു പച്ച വിരിച്ച പുൽമൈതാനത്ത് അരങ്ങേറുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 3:30 ആയിരുന്നു ഈ ഉദ്ഘാടനം നടന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ഉദ്ഘാടനം. അതുപോലെ തന്നെ പ്രമുഖ താരങ്ങൾ IM വിജയനും അതുപോലെ തന്നെ ഒളിമ്പ്യൻ ശ്രീജേഷ് അടക്കമുള്ള താരങ്ങൾ പങ്കെടുത്തിരുന്നു. മന്ത്രിമാരായ രാജൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. AC മൊയ്തീൻ MLA ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രതിനിധികൾ ഒരുപാട് പേര്, കലാരംഗത്തുള്ള ആളുകൾ, കായിക രംഗത്തുള്ള ആളുകൾ എല്ലാം തന്നെ ചടങ്ങുകളിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ കലാരൂപങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ കാണുന്നത് കരാട്ടെയാണ്. ഇതുപോലെ നിരവധി ഐറ്റങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറി കഴിഞ്ഞു. ഇനിയും അരങ്ങേറാനുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിലുള്ള മത്സരങ്ങൾ തുടങ്ങുക. റിലേ മത്സരങ്ങളുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ക്രോസ് കൺട്രി മത്സരങ്ങളും നടക്കാനുണ്ട്. ഇതുവരെ സിന്തറ്റിക് ട്രാക്കിനകത്തുള്ള മത്സരങ്ങൾ, അതായത് ഓട്ട മത്സരങ്ങൾ, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നതെങ്കിൽ ഇനി ഈ സിന്തറ്റിക് ട്രാക്കിന് പുറത്തേക്ക് പോവുകയാണ്. ക്രോസ് കൺട്രി മത്സരങ്ങൾ നടക്കാനുണ്ട്, മറ്റ് സ്പ്രിന്റ് മത്സരങ്ങൾ നടക്കാനുണ്ട്. അങ്ങനെ നിരവധി മത്സരങ്ങൾ നടക്കാനുണ്ട്. അതിന് മുന്നോടിയായുള്ള ഒരു വർണ്ണാഭമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി കുരുന്നുകൾ അവരുടെ കലാരൂപങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സിന്തറ്റിക് ട്രാക്കിലെ നടുക്കുള്ള പച്ചവിരിച്ച ഈ മൈതാനത്തിൽ അവർ അവരുടേതായിട്ടുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിന് ശേഷം വീണ്ടും മത്സരങ്ങളിലേക്ക് കിടക്കും. കടുത്ത പോരാട്ടമാണ്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളുള്ള മത്സരങ്ങൾ വളരെ നിർണായകമാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഈ കായികമേളയിലെ വിജയിച്ചത് പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരത്തിലുള്ള വിജയത്തിലേക്ക് എത്താനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുകയാണ്. അത്രയും കൃത്യമായ രീതിയിലുള്ള ആധിപത്യം കാഴ്ചവെച്ചിട്ടാണ് ഇന്നത്തെ മത്സരം മുഴുവൻ ഈ പാലക്കാട് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും അത്തരത്തിലുള്ള ഒരു ആധിപത്യം അല്ല, അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കലാരൂപങ്ങൾ അരങ്ങേറുകയാണ്. അല്പനേരം വിശ്രമമാണ്. കായിക രംഗത്തു നിന്നും അല്പം വിശ്രമിച്ച് കലാരംഗത്തേക്ക് മാറിയിരിക്കുന്നു. വിവിധ കലാരൂപങ്ങൾ കുരുന്നുകൾ അവതരിപ്പിക്കുന്നു. കാണികളെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് കായികമേള. അതിന് ഒത്തുനടുക്ക് ഇത്തരത്തിലുള്ള കലാരൂപങ്ങളും എല്ലാം ആസ്വദിച്ച് കായിക പ്രേമികളും കലാപ്രേമികളും എല്ലാം നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഈ സ്റ്റേഡിയത്തിന് ചുറ്റും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിനുശേഷം അല്പസമയത്തിനകം ഇന്ന് ബാക്കി അടുത്ത ഘട്ട മത്സരം കൂടി ആരംഭിക്കും. തീപാറുന്ന മത്സരം തന്നെയായിരിക്കും. തീർച്ചയായും അതിൻ്റെയുള്ള എല്ലാ ആവേശത്തിലുമാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ കായിക പ്രേമികളും. ശ്രീജ, തീർച്ചയായും തീപാറും പോരാട്ടം തന്നെയാണ് കായികമേളയിൽ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമുള്ള മറ്റു പരിപാടികളും ഇനങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നമ്മുടെ 2 പ്രതിനിധികൾ ഹരീഷ് നാരായണനും ഗോകുൽ രമേഷും. സംസ്ഥാന കായികമേളയ്ക്കിടെ സംസ്ഥാന സർക്കാരിനെതിരെ കായിക അധ്യാപകരുടെ പ്രതിഷേധം. UP കായികാധ്യാപക തസ്തികകൾ പരിഷ്കരിക്കുക, ഹൈസ്കൂൾ കായികാധ്യാപക മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കുക, ഹയർ സെക്കൻഡറിയിൽ കായികാധ്യാപക തസ്തിക അനുവദിച്ച് ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുക, സ്പെഷ്യലിസ്റ്റ് പുനർനാമകരണം ചെയ്ത് വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നിവയാണ് ആവശ്യങ്ങൾ. PESCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നിരവധി കായികാധ്യാപകർ പങ്കെടുത്തു. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു.
ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിയിച്ചു. മാളികപ്പുറം മേൽശാന്തി വി ഹരിഹരൻ നമ്പൂതിരി മാളികപ്പുറം ക്ഷേത്ര നട തുറന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ ചേരുകയാണ്. സുജിത്ത്, തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ശബരിമലയിലെ പുതിയ മേൽശാന്തി തെരഞ്ഞെടുപ്പും നാളെ നടക്കുമല്ലോ. എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ, വൈകിട്ട് 5 മണിയോടെയാണ് ശബരിമല നട തുലാമാസ പൂജകൾക്കായി തുറന്നത്. വലിയ മഴയാണ്, പ്രതികൂലമായ സാഹചര്യം, കാലാവസ്ഥ നിലനിൽക്കുമ്പോഴും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. നാളെയാണ് ശബരിമലയിൽ പുതിയ മേൽശാന്തി തെരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ നിർമ്മാല്യവും അഭിഷേകത്തിനും ശേഷം 5:30 മണ്ഡലത്തിൽ മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് പുലർച്ചെ 5:30 മുതൽ നെയ്യഭിഷേകം ആരംഭിക്കും. 7:30 ഉഷപൂജയ്ക്ക് ശേഷമാകും പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കുക. ആദ്യം ശബരിമല മേൽശാന്തി നറുക്കെടുപ്പാണ്. 17 പേരാണ് ഇത്തവണ ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിനായുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. 12 പേർ മാളികപ്പുറം മേൽശാന്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശബരിമല മേൽശാന്തി അന്തിമ പട്ടികയിൽ ഇടം നേടിയ 17 ശാന്തിമാരുടെ പേരുകൾ വെള്ളിക്കുടത്തിലിട്ട ശേഷം അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിൽ പൂജ നടത്തിയ ശേഷം അതിൽ നിന്നാണ് പുതിയ മേൽശാന്തിയെ നറുക്കെടുക്കുക. മാളികപ്പുറം മേൽശാന്തിമാരുടെ പേരും ഇതുപോലെ തന്നെ വെള്ളിക്കുടത്തിലിട്ട് അത് മാളികപ്പുറത്തെ ശ്രീകോവിലിൽ പൂജ നടത്തിയ ശേഷമാകും പുതിയ മാളികപ്പുറം മേൽശാന്തിയെയും തെരഞ്ഞെടുക്കുക. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള എത്തുന്ന വൈദേഹി ശർമ്മയും അതുപോലെ തന്നെ വൈദേഹി ശർമ്മ എന്ന കുട്ടിയാണ് ഇത്തവണ നറുക്കെടുക്കാൻ എത്തുന്നത്. അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുക്കുക നിരുപമ ജി വർമ്മ എന്ന കുട്ടിയാകും. എന്തായാലും ഇവർ ഇന്ന് തന്നെ സംവിധാനത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയുക. നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിമാർ 2 പേരും പുറപ്പെടാ ശാന്തിയായി സന്നിധാനത്ത് എത്തുകയും എന്തായാലും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ അടുത്ത 1 വർഷം വരെയാകും മേൽശാന്തിമാരുടെ കാലാവധി തീരുമാനിച്ചിട്ടുള്ളത്. മേൽശാന്തി കാലാവധിയുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നാളെ മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ സന്നിഹിതരാകും. തുലാമാസ പൂജയുടെ ഭാഗമായി ഒക്ടോബർ 17 മുതൽ 22 വരെയാണ് ഭക്തർക്ക് ദർശനത്തിന് സൗകര്യം ഉണ്ടായിരിക്കുക. വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയും. നിലയ്ക്കലിലും പമ്പയിലും സ്പോട്ട് ബുക്കിംഗ് സൗകര്യം അടക്കം ഒരുക്കിയിട്ടുണ്ട്. 22 ഹരിപ്രാസനം പാടി നടയടക്കുമ്പോഴാകും തുലാമാസ പൂജകൾക്ക് ശേഷം നട തുറക്കുക. പിന്നീട് ചിത്ര ആട്ടവിശേഷം ചടങ്ങുകൾക്ക് വേണ്ടിയാകും പിന്നീട് നട തുറക്കുക. അതിനുശേഷം ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തിനായി നട തുറക്കും. ശക്തമായ മഴ തന്നെയാണ് സന്നിധാനത്ത്. എങ്കിലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും അയ്യനെ കണ്ടു തൊഴാൻ നിരവധി ഭക്തരാണ് സന്നിധാനത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുജിത് സുരേന്ദ്രൻ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടിമിന്നലിനും 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുകയാണ്. 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിനും മധ്യകിഴക്കൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ 21 ഇത് വീണ്ടും ശക്തി പ്രാപിച്ച് മധ്യ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. ഈ ചക്രവാത ചുഴി ഒക്ടോബർ 20 ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്തും ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ നദിയിലെ അരുവിപ്പുറം, കരമന നദിയിലെ വെള്ളൈക്കടവ് സ്റ്റേഷനുകളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്നത്തെ ന്യൂസ് ട്രാക്ക് സമാപിക്കുന്നു. നമസ്കാരം.